ഈ പറയുന്ന വെബ്സൈറ്റ് വായിച്ചപ്പോൾ ഞാൻ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴാണ് അലോട്ട്മെൻറ്റ് വരുന്നത്. അലോട്ട്മെൻറ്റ് വരണേ ബുധനാഴ്ചകളിൽ സ്റ്റുഡൻസിനും വ്യാഴാഴ്ചകളിൽ വർക്ക് വിസയ്ക്ക് നോക്കുന്നവർക്കും ബാക്കിയുള്ള കാറ്റഗറി. അതൊന്ന്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കണ്ട, ആഴ്ചകൾ കിടപ്പുണ്ട്, മാസങ്ങൾ കിടപ്പുണ്ട്. കീപ്പ് ഓൺ ട്രൈ. പിന്നെ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഈ പറയുന്ന വിസ ഫീ കൊടുക്കണമെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. കൊടുക്കണം. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെക്കുമ്പോൾ കറക്റ്റാക്കിയിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ പിന്നെയും അതായത് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞ് പിന്നെയും പോകുമ്പോൾ പിന്നെയും ഈ പറയുന്ന എമൗണ്ട് കൊടുക്കണം. ഇപ്പോഴത്തെ എമൗണ്ട് എന്ന് പറയുന്നത് 13,576. ഞാൻ കൊടുത്ത സമയത്ത് അത് 10,000 സംതിങ് ആയിരുന്നു നോർമലിന്. രണ്ടത് പ്രീമിയത്തിലേക്ക് മാറ്റി ഇപ്പോൾ 3,000 കൂടി കൊടുത്തു. അപ്പോൾ 13,500 കൂടെ ഒരു 2,500 3,000 കൂടി നിങ്ങൾ പ്രീമിയത്തിലേക്ക് ആക്കാൻ കണക്ക് കൂട്ടിക്കോ. എന്തുകൊണ്ട് പ്രീമിയം? അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. എനിക്ക് പ്രീമിയമാണ് ഇച്ചിരി കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ VFSൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോയിൻമെൻറ്റ് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്, അതിനനുസരിച്ച് റിജക്ഷനും ഉണ്ട്.